ഏവർക്കും മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 ഈ ഫിനാലെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും ആഘോഷങ്ങൾ തുടരാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ മത്സരാർത്ഥികളുടെ മത്സരം ഇന്നലെ തുടക്കം കുറിച്ചു, അത് ഇന്ന് തുടരുകയാണ്. ഇന്ന് എന്തൊക്കെയാണ് അവരുടെ റൗണ്ടുകൾ, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അവർ പെർഫോം ചെയ്യുന്നത്, ആരാകും മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2ന്റെ വിന്നർ എന്നൊക്കെ ഈ ആഘോഷരാവായ ക്രിസ്മസ് ഈവിൽ നമുക്കറിയാം. ഇനി നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. നമ്മുടെ സ്വന്തം ജി വേണുഗോപാൽ. വേണുചേട്ടാ സ്വാഗതം. വേണുചേട്ടാ മേരി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. മാനെന്നും വിളിക്കില്ല, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. ആഹാ, മനോഹരമായ ഗാനം. വേണുചേട്ടാ കലക്കി. ദാ നമ്മൾ ഇന്ന് ക്രിസ്മസ് ആഘോഷങ്ങൾ ഇന്നലെ തുടക്കം കുറിച്ചു. ഇന്നിപ്പോ ഡിസംബർ 24 ക്രിസ്മസ് ഈവ് ആണ്. എന്താണ് ഞങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്? എല്ലാവർക്കും ശാന്തി, സമാധാനം, ആരോഗ്യം. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2ന്റെ ഫിനാലെ കൂടിയാണ്, അവസാന ദിനമാണ്. എക്സൈറ്റ്മെന്റ്. അതെ. അപ്പൊ ഇന്നലെ എല്ലാവരുടെയും മത്സരം എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ മ്യൂസിക്കൽ വൈഫ്സിന്റെ ഗംഭീരം. എന്തൊക്കെയാണ് ഇന്നത്തെ പ്രതീക്ഷകൾ വേണുചേട്ടന്റെ? മനസ്സിൽ ചില കൂട്ടലുകൾ, കുറയ്ക്കലുകൾ ഉണ്ട്, നടക്കുന്നുണ്ട്. ശരി, അപ്പൊ എന്തായാലും കൂട്ടാനും കുറയ്ക്കാനും ഒരാളെ കൂടി വിളിക്കണ്ടേ? ഉടൻ വിളിക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം മഞ്ജരി. എന്തൊക്കെയാണ് ഇന്നിപ്പോ ഞങ്ങളോട് പറയാനുള്ളത്? എങ്ങനെ നോക്കി കാണുന്നു നമ്മുടെ മത്സരാർത്ഥികളുടെ മത്സരവും ഈ ക്രിസ്മസ് ആഘോഷവും? ഇന്നലത്തെ വലിയ കൺഫ്യൂഷനിലായിരുന്നു. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല അവര് പാടുന്നത്. നന്നായിട്ടാണ് പാടുന്നത്. നന്നായിട്ട് പാടുന്നു. അപ്പൊ ഇന്ന് നിങ്ങൾ മാർക്കിടാൻ പാടുപെടുന്നു. പാടുപെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെ. യൂഷ്വലി നമ്മുടെ ഒരു പാറ്റേൺ അല്ലേ നമ്മുടെ മ്യൂസിക്കൽ വൈഫില്. എനിക്ക് തോന്നുന്നു ഓരോ ഘട്ടം കഴിയുമ്പോഴും നമ്മുടെ ഗ്രൂമേഴ്സും ഇവിടെയുള്ള പേരൻസും എല്ലാവരും അവർക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, ഭർത്താക്കന്മാരൊക്കെ സപ്പോർട്ടാണ്. അതുകൊണ്ട് ഇന്നും നല്ല വാശിയേറിയ മത്സരമായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും മലയാളികളല്ലാത്തവർക്കും എൻ്റെ, ഞങ്ങളുടെ ഫ്ലവേഴ്സിന്റെ എല്ലാവരുടെയും ടീമിന്റെ ഫുൾ മേരി ക്രിസ്മസ്. അപ്പോ രണ്ടുപേരും അവിടെ ചെന്നിരുന്നോളൂ. നമുക്ക് അടുത്ത ഒരു ഗസ്റ്റിനോട് വിളിക്കണ്ടേ? വിളിക്കാം. ചെന്നിരുന്നോളൂ. മേരി ക്രിസ്മസ്. മേരി ക്രിസ്മസ്. ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം മിയ. ഇന്ന് ക്രിസ്മസ് ഈവ് ആണ്. അപ്പൊ എന്താണ് എല്ലാരോടും പറയാനുള്ളത്? ആക്ച്വലി ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പീക്കിലെത്തുന്നത് 24th നൈറ്റ് ആണ്. അതെ, കാരണം കരോളും കാര്യങ്ങളും എല്ലാം, രാത്രിയിലെ പള്ളിപ്പോക്കും നോമ്പ് വീടലും ഒക്കെ ഈ രാത്രി കഴിയുമ്പോഴാണ് സംഭവിക്കുന്നത്. അതെ, 24th നൈറ്റ് എന്ന് പറയുന്നത് മുതലേ ആഘോഷമാണ്. 25th എത്തണ്ട, 24th വൈകുന്നേരം മുതലേ ആഘോഷമാണ്, ക്രിസ്മസ് ആണ്. മിയ, അപ്പൊ എന്തായാലും സീറ്റിലോട്ട് പൊക്കോളൂ. പക്ഷെ അതിന് മുമ്പ് ഇന്നലെ ഞങ്ങൾക്കൊരു വാക്ക് തന്നിരുന്നു, ഒരു 4 വരി പാട്ട്. അത് മറന്നില്ല. ഞാൻ മറന്നിട്ടില്ല. ഒരു ഈശോ പാട്ട് പാടാം. ജീവനേ ഹായിൻ ഹൃദയ
പൂ ചോദിച്ചു ഒരു പൂക്കാലം തന്നു അല്ലേ? അതെ. ഞെട്ടിച്ചു. ഇത്രയും ആൾക്കാരുടെ അടുത്ത് പാടിപ്പോ എനിക്ക് ആകപ്പാടെ ഒരു വേറ. ഇല്ല, തകർത്തു, ഗംഭീരായി അല്ലേ? ശരി, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അറിയാതെ പോലും ഒരപരാധം ചെയ്യുവാൻ അകതാരിൽ തോന്നരുതേ, ഇവർക്കകതാരിൽ തോന്നരുതേ. ദുരിത ദിനങ്ങളിൽ അഭയമിരന്നിവർ തൊഴുതു വിളിക്കുന്നു നാഥാ. അറിയാതെ പോലും ഒരപരാധം ചെയ്യുവാൻ അകതാരിൽ തോന്നരുതേ, ഇവർക്കകതാരിൽ തോന്നരുതേ. ദുരിത ദിനങ്ങളിൽ അഭയമിരന്നിവർ തൊഴുതു വിളിക്കുന്നു നാഥാ. ഇരുപാടും പാപത്തിൻ പൂക്കൾ ചിരിക്കുമീ ഇടവഴി താരകൾ താണ്ടി. ഇരുപാടും പാപത്തിൻ പൂക്കൾ ചിരിക്കുമീ ഇടവഴി താരകൾ താണ്ടി. ഇടറാതെ പതറാതെ നിന്റെ രാജ്യത്തിലേക്ക് വരെ നടത്തണമേ. പകലിന്റെ അറുതിയിൽ വാടിക്കൊഴിയുന്ന വയലിലെ പൂ പോലെ ജന്മം. പകലിന്റെ അറുതിയിൽ വാടിക്കൊഴിയുന്ന വയലിലെ പൂ പോലെ ജന്മം. പരിശുദ്ധാത്മാവിങ്കൽ വിലയിക്കുവാനിതാ കരൾ നൊന്തു പ്രാർത്ഥിക്കുന്നു. അറിയാതെ പോലും ഒരപരാധം ചെയ്യുവാൻ അകതാരിൽ തോന്നരുതേ, ഇവർക്കകതാരിൽ തോന്നരുതേ. ദുരിത ദിനങ്ങളിൽ അഭയമിരന്നിവർ തൊഴുതു വിളിക്കുന്നു നാഥാ. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയിലെ ഈ ഫിനാലെ വേദിയിൽ അടുത്തതായി മെലഡി റൗണ്ടുമായി വരുന്നു നമ്മുടെ സ്വന്തം നിഖില.
കടവത്തെ അണ്ണാർ കണ്ണനഹങ്കാരി കാണാ കൊയിലി നിന്നെ പോലെ കന്നി നിലാവോ കിന്നാരി അതിനിഷ്ടം കൂടാൻ ചങ്ങാലി. തകർത്തോ? വേറൊരാളായി, വേറെ രൂപമായി അല്ലേ? കഴിഞ്ഞ പെർഫോമൻസിൽ കണ്ട ആളേ അല്ല ഇപ്പൊ. ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നമുക്ക് നോക്കാം, വിശദമായിട്ട് പാട്ടിനെ കുറിച്ച് ചോദിക്കാം. വേണു ചേട്ടാ. നിഖില നന്നായി പാടി, വളരെ ആ ഒരു ഫ്ലോ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം, മൈൽഡ് ഇംപെർഫെക്ഷൻസ്, ചെറിയ ചെറിയ ആ നോട്ട്സ്, ആ തെന്നി പോകുന്ന സംഗതികൾ, അത് മാത്രം അവിടെ എത്തുന്നില്ല. പലയിടത്തും നോട്ട്സ്, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. യു ആർ ഹാപ്പി, കോൺഫിഡൻറ്റ്, കൂൾ, മതി. നിഖില സുന്ദരിയായിട്ടുണ്ട്. നല്ലൊരു പാട്ട്. ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് പാടി നടന്നൊരു പാട്ടായത്. അപ്പൊ ആ ഒരു ക്യൂട്ട് സോങ് ആയത് കേൾക്കാനും. നമ്മുടെ ഫ്ലവേഴ്സിന്റെ ബാൻഡ് ഗംഭീരായിരുന്നു ഈ പാട്ട്. നല്ല എൻജോയ് ചെയ്ത് പാടി, മിടുക്കിയായിട്ട് പാടി 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 നന്നായി വരികയാണ്. നല്ല ഈസി ആയിട്ട് പാടി, പാട്ട് സുഖമായിട്ട് എൻജോയ് ചെയ്ത് നല്ല കോൺഫിഡൻസോടെ പാടി. അതാണ് എനിക്ക് തോന്നിയത്. ഇതില് ഈ സംഭവം കൂടെ ശരിയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ലെവൽ മാറിയേനെ. ശരി മിയ, ഇവര് പറഞ്ഞ അതേ കാര്യം തന്നെ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു. അതായത് ഈ പാട്ട് എനിക്ക് എനിക്ക് പറ്റും, എനിക്ക് സിമ്പിൾ ആയിട്ട് പാടാൻ പറ്റുന്ന, എനിക്ക് കോൺഫിഡന്റ് ആയിട്ട്, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാതെ പാടാൻ പറ്റുന്ന ഒരു പാട്ടാണെന്നുള്ളത് എഴുതി വെച്ച പോലെയായിരുന്നു മുഖം ഉണ്ടായിരുന്നത്. ഈസി ആയിട്ട് പാടിയ പോലെ തോന്നി. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പാട്ടാണ്. നമ്മൾ സ്കൂളിൽ ഒക്കെ അന്താക്ഷരി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വന്നാൽ ചാടി കയറി പാടുന്ന ഒരു പാട്ടായിരുന്നു അമ്മു മക്കളി. അതായിരുന്നു ഞാൻ എപ്പോഴും പാടുന്ന ഒരു പാട്ട്. അപ്പോ എനിക്ക് നല്ല രസമായിട്ട് പാടി, നല്ലൊരു ഒരു ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്ന് പെട്ടെന്ന് കുട്ടിയായി പോയി അല്ലേ, ഒരു കൊച്ചു കുട്ടിയായി പോയി. പാട്ടിനൊത്ത ഒരു ക്യാരക്ടർ ആയിട്ടാണ് നിഖില ഇപ്പൊ നിൽക്കുന്നത്. ശരി, അപ്പൊ എന്തായാലും നിഖില 3 പേരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സാറിനോട് ചോദിക്കണ്ടേ? ഒന്ന് ചോദിച്ചോക്കേ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, ഇഷ്ടപ്പെട്ടു. പ്രാക്ടീസ് ഒക്കെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന അതേ കോൺഫിഡൻസ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ പാട്ടില് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പാടുന്ന ഒരു പാട്ടും കൂടിയായിരുന്നു. അപ്പൊ ആരായിരിക്കും മ്യൂസിക്കൽ ബൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 വിന്നർ ആകുക എന്ന ചോദ്യം നമുക്ക് മുമ്പിലുണ്ട്. അതിനുള്ള ഉത്തരം ഉടൻ തന്നെ അറിയാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ മത്സര ചൂടിലോട്ട് കടക്കാം. മ്യൂസിക്കൽ വൈഫിനെ സ്വാഗതം ചെയ്യാം. സൗമ്യ.
സാഗരമേ ശ്രുതിലയ സാഗരമേ സാഗീതം പാടുകയാ ഹേ രാമാ കാതരയാ ശാരികയാ സാഗീതം പാടുകയായി വീണ്ടും രാമകഥാഗാനലയം മംഗളമിൻ തമ്പുരു പകരുക സാഗരമേ ശ്രുതിലയ സാഗരമേ ആരണ്യകാണ്ഡം തേടി സീതാഹൃദയം തേങ്ങി ആരണ്യകാണ്ഡം തേടി സീതാഹൃദയം തേങ്ങി വാഗ്മീകങ്ങളിൽ ഏതോ താപസമൗനമുണർന്നു വീണ്ടും രാമകഥാഗാനലയം മംഗളമിൻ തമ്പുരു പകരുക സാഗരമേ ശ്രുതിലയ സാഗരമേ സാരി സ സരി സ സരി സ സാരി സരീരി നി രീരി ഗരി സരി ഗരി രി ഗരി രി ഗരി രി ഗരി ഗ ഗരി രി ഗ ഗരി സരി ഗ മ പ ധ പ പ പ ധ പ പ പ ധ പ പ ധ പ സ സ ധ ധ സ സ ധ മ ഗ നി സ സാരി സ സ സരി സ സ സരി സ സ രി സ ഗ ഗരി രി ഗ ഗരി മ ഗ നി രി ഇന്ദ്രധനുസ്സുകൾ നീട്ടി ദേവകളാദിനാമ ഗംഗയായി രഘുപതി രാമ ജയ രഘുരാമ ജയ ശ്രീഭരതവാക്യ ബിന്ദു ചൂട് സോദര പാതുക പൂജയിലാത്മപദ പ്രണവം വിടർന്നുലഞ്ഞുലഞ്ഞു സരയുവിൽ മന്ത്രമൃദംഗ തരംഗ സുഖ ശരവേഗ തീവ്ര താളമേകി മാരുതിയാ ജലഗന്ധ സൂന ധൂപ ദീപ കലയ മന്ത്രയന്ത്ര തന്ത്ര കലിതമുണരും സാമഗാന ലഹരിയോടെ അണയും രാമ ശ്രീരാമ രാമ രാമ കേട്ടിരുന്ന നമുക്ക് പോലും ശ്വാസം മുട്ടിപ്പോയി അല്ലേ? എനിക്ക് ശ്വാസം മുട്ടി. ഒരു ദീർഘശ്വാസം വിട്ടോളൂ. സമാധാനായോ? അത് തീർന്നപ്പത്തേക്ക് ഉള്ളിന്നൊരു സന്തോഷം. കൊറേയൊക്കെ ടെൻഷൻ മാറി മാറി തീർന്നപ്പോ. ഇതിപ്പോ ഒരുപാട് ഭേദമായി സൗമ്യ. ഈ പാട്ടിൽ ഇതിലാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ടെൻഷൻ വേണ്ടത്. പക്ഷെ ഇത് അത്രയൊന്നും ടെൻഷൻ ഇല്ലാതെ ഭംഗിയായിട്ട് പാടി. നന്നായിരുന്നു സൗമ്യ. ഒന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ ഞാൻ ഒരു ഫീമെയിൽ ഈ പാട്ടെടുത്ത് കേൾക്കുന്നത്. അത് നന്നായി. അതിനോടൊരു നല്ലൊരു ജസ്റ്റിസ് ചെയ്തു. ഗോഡ് ബ്ലെസ് യു. മെരി ക്രിസ്മസ്. വേണിച്ചേട്ടാ ഗോഡ് ബ്ലെസ് യു. മെറി ക്രിസ്മസ്. സൗമ്യ നന്നായിട്ട് പാടി. സൗമ്യ കുറച്ച് പ്രയാസം എടുത്തു, പക്ഷേ
കോൺഫിഡൻസ് ലെവൽ വാസ് ഗുഡ് ഇതിൽ താങ്ക് യു സർ. കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാം തീരാറായി എന്നാ പിന്നെ കൊണ്ട് കളയടേ എന്നുള്ള രീതിയിൽ ഒരു പാട്ട് നന്നായിട്ട് പാടി. അവിടെ ഇവിടെയും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്. അത് ഞങ്ങൾ പറയാതെ തന്നെ സൗമ്യക്ക് അറിയാം അല്ലേ? തീർച്ചയായും. ഒന്ന്, ഇത് എടുത്ത് പൊക്കാൻ അത്ര എളുപ്പമുള്ളൊരു പാട്ടല്ല. എടുത്ത് പൊക്കി ഓർ പൊക്കാൻ ശ്രമിച്ചു. അതിന് ഒരു വലിയൊരു കൈയടി. താങ്ക് യു സർ. ശരി മിയ. എനിക്ക് ഈ പരിപാടിനെ കുറിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു ഇൻട്രോ എന്ന് പറഞ്ഞാൽ കുറച്ച് വീട്ടമ്മമാര് അവരുടെ പാട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നു. ഈ ഒരു മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവരല്ല, അങ്ങനെ പ്രൊഫഷണലായിട്ട് ഭയങ്കര ട്രെയിനിങ് എടുത്തവരൊന്നും അല്ല, വീട്ടമ്മമാര് പങ്കെടുക്കുന്നു എന്നുള്ളൊരു ഇൻട്രോ ആണ് എനിക്ക് തന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് കേൾക്കുന്ന മുഴുവൻ ഇവര് ഗംഭീര പാട്ടുകൾ എടുത്ത് പാടുന്നതെല്ലാം ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ എടുത്താ പൊങ്ങാത്ത ഭയങ്കര കടുകട്ടി പാട്ടുകള്, ശ്വാസം കിട്ടാതെ ഇവര് എനിക്ക് തന്ന ഇൻട്രോയെ റോങ് ആണ്. ഇവര് സാധാരണക്കാരേ അല്ല, ഇവര് ചുമ്മാ വീട്ടമ്മമാരേ അല്ല. നിങ്ങള് ഭയങ്കര പ്രൊഫഷണൽ സിംഗേഴ്സിന്റെ ആ ലെവലിലേക്ക് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് എന്താ പറയാ, കൊച്ചു കൊച്ചു പ്രശ്നങ്ങളല്ലേ ഇവര് മെൻഷൻ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ അത്രയും റേഞ്ചിലേക്കൊക്കെ നിങ്ങൾ എത്തുന്നുണ്ട്. അത് തന്നെ ഭയങ്കര കാര്യം. അപ്പൊ എന്താ പറയുന്നത്, ഈ ഒരു പരിപാടി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രാക്ടീസും റിഹേഴ്സലും ഒന്നും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അത് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. നമുക്ക് അടുത്ത മത്സരത്തെ സ്വാഗതം ചെയ്താലോ? യെസ്. ലെറ്റ്സ് വെൽക്കം ശ്രീകുട്ടി. സഗ മഗ മപ മപനി പനി സഗ മഗ സനി സനി പനി പ മപ മഗ മഗ സഗ നീ സാ. പൊൻപുലരൊളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ? കാതരമിഴി നീ കാണാ കാർക്കുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ. പൊൻപുലരൊളി പൂവിതറി കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ? കാതരമിഴി നീ കാണാ കാർക്കുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ. പൊൻപുലരൊളി പൂവിതറി കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ? ഓ പുലരൊളി പൂവിതറി കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ?
സസ പൊൻപുലരൊളി പൂവിതറി കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ കാതരമിഴി നീ കാണാ കാർക്കുയിലുന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ പൊൻപുലരൊളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ ശ്രീകുട്ടി, ചേട്ടാ. നമ്മുടെ ഫിനാലയില് ചേട്ടനോ? അത് പോവൂല തുടങ്ങിയ പിന്നെ അതെ, ചേട്ടൻ ചേട്ടൻ. അത് തുടക്കം തൊട്ടേ ശീലിച്ചു, അതുകൊണ്ടാ. അപ്പനെ കേറി ഔസേപ്പേട്ടാന്ന് വിളിക്കാൻ പറ്റില്ല. ബഹുമാനം കൊണ്ടാ, സ്നേഹക്കൂടുതൽ കൊണ്ടാ അല്ലേ? കൂടുതലുണ്ട്, റെസ്പെക്റ്റും കൊണ്ടാ, ബഹുമാനം കൊണ്ടാ. ശരി, അപ്പൊ ശ്രീകുട്ടി എന്തായാലും നമ്മുടെ ഫിനാലയിലെ രണ്ടാമത്തെ റൗണ്ടാണ് കഴിഞ്ഞത്. നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാണ്ട് പാടാൻ പറ്റി. അതെ, മോളൊക്കെ ഇരുന്ന് അറിഞ്ഞ് കയ്യടിയായിരുന്നു, കണ്ടില്ലേ? കണ്ടു. ആ ചേച്ചി ശരി, പറഞ്ഞപ്പോഴേ ശ്രദ്ധിച്ചു. ആണോ? ശരി, അത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞാൻ പാടിക്കഴിഞ്ഞ കൈ അടിക്കണമെന്ന്. അത് കഴിഞ്ഞ് പാടും ഉറങ്ങായിരുന്നു, കൈ അടിച്ചു, വീണ്ടും വീണ്ടും ഉറങ്ങി. കഴിഞ്ഞു, ആളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അപ്പൊ എന്തായാലും ശ്രീകുട്ടി നമ്മുടെ ഫിനാലയിലെ രണ്ടാമത്തെ പെർഫോമൻസ് ആണ് തീർത്ത് ഇങ്ങനെ നിൽക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു വേണുചേട്ടാ? കളിക്കോ? സൂപ്പർ. താങ്ക് യു സർ. വേറെ ഒന്നും പറയാനില്ല. ഐ ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. താങ്ക് യു സർ. ബേസിക്കലി ചിരിച്ച് ഹാപ്പി ഓൾവേസ്. അറിയാവുന്നത് ഇവിടെ വന്ന് കാച്ചു, അത് വിത്ത് ഫുൾ കോൺഫിഡൻസ്. താങ്ക് യു സർ. ഞാൻ പണ്ട് ദാസേട്ടന്റെ ഒരു ഉപമ, പാട്ടുകാര് വേട്ടക്കാരെ പോലെ ഇരിക്കണം എന്നാണ്. അതായത് തോക്കിൻ്റെ എണ്ണ തുരുമ്പ് കളഞ്ഞ് എണ്ണയൊഴിച്ച് റെഡിയായി വെടിമരുന്ന് നിറയ്ക്കുക, ഉന്നം പിടിച്ച് ഇരിക്കുക. വയ്ക്കട വെടി എന്ന് പറയുമ്പോൾ ഡേ, അതാണ്. ഷീ ഈസ് ഓൾവേസ് ഓൺ ടാർഗറ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. യു ആർ വൺ ഓഫ് അവർ ഐക്കൺസ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ശ്രീകുട്ടി കേൾക്കുന്നില്ലേ ഇത് ആരാ പറയുന്നേന്ന്? ഇതിൽ പരം ഒന്നും കിട്ടാനില്ല. അതെ, മഞ്ജരി തോക്കെടുത്തു, വെടിവെച്ചു. കറക്റ്റ് സ്ഥലത്ത് കൊണ്ടു. അതെ, കൊണ്ടു, ഹൃദയത്തിൽ കൊണ്ടു. ഗംഭീരായിരുന്നു താങ്ക് യു ശ്രീകുട്ടി, ചേച്ചി. താങ്ക് യു. സൂപ്പർ. കാരണം ഈ ഒരു ലെവൽ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു മാസത്തിനകത്ത് ഇത്രയും ലെവൽ പെർഫെക്ഷൻ ഇസ് ഫാന്റാസ്റ്റിക്. ഞങ്ങളുടെ ഗ്രൂമർക്കാണ് എല്ലാ ക്രെഡിറ്റ്. സാറിനോട് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങൾ എല്ലാവർക്കും. അരുൺ ഒരു വലിയ കയ്യടി എവിടെയാണ് ഉള്ളതെങ്കിൽ ഈ കയ്യടി സ്വീകരിച്ചു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ശ്രീകുട്ടി ചേച്ചി മറ്റൊന്നും പറയാനില്ല. അമ്മയുടെ ശാശ്വതമായ ചിരി പോലെ ഗംഭീരമായ പാട്ടായിരുന്നു ശ്രീകുട്ടിയുടെ. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. മിയ, എന്തേലും പറയാനുണ്ടോ? താങ്ക് യു. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. എന്താ പറയാ, നേരത്തെ എനിക്കിപ്പോ നിങ്ങളെ എല്ലാ കണ്ടസ്റ്റൻസിനെയും എനിക്ക് ഇവിടെ വന്നിട്ടാണ് ഞാൻ ആദ്യം കാണുന്നത്. അപ്പൊ മുമ്പ് പാടിയ ആ പാട്ട് പാടിയ ആളല്ലേ ഇത്? ഇത് വേഷം മാറിയ കൂട്ടത്തില് ആറ്റിറ്റ്യൂഡും മാറി ആ ആളെ അല്ല ഇത്. ഇത് വേറെ ആരോ. മുമ്പ് പാടിയ ആളെ അല്ല, ഇത് വേറെ ആരോ. പാട്ടിന്റെ ഒരു സീരിയസ്നെസ്. ആ ശ്രീകുട്ടി എന്നുള്ള പേര് മാത്രം വെച്ച് വന്നിരിക്കുകയാണ്, പക്ഷെ പാടിയത് മൊത്തത്തിൽ വേറെ. നല്ല രസമുണ്ടായിരുന്നു. അയ്യോ, ഞങ്ങളിവിടെ ഇങ്ങനെ ആസ്വദിക്കായിരുന്നു. നല്ല താങ്ക് യു സർ. എക്സലന്റ്. അതിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതൊരു ഡ്യുവറ്റ് ആണ്. ഇത് ലതിക ചേച്ചിയും ദാസങ്ങളും കൂടെ പാടിയ ഒരു ഡ്യുവറ്റ് ആണ്. ഒറ്റയ്ക്ക് നിന്ന് പാടിയത് അതാണ്. ഭയങ്കര കറേജ് ആവശ്യമുണ്ട് അല്ലേ? ഇതുപോലെ സമ്മതിച്ചിരിക്കുന്നു, ഒരു രക്ഷയില്ല. ഈ കഴിവൊക്കെ ഇതേപോലെ ശങ്കരിക്കും കിട്ടട്ടെ. അതെ. അപ്പൊ എന്തായാലും ശ്രീകുട്ടി, നമ്മുടെ 3 ജഡ്ജസും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സീനിയേഴ്സ് ഓക്കെ അല്ലേ? തകർത്തില്ലേ ശ്രീകുട്ടി? അപ്പോ ഇനിയും ഒരു റൗണ്ടും കൂടി ഉണ്ട്. നന്നായി പ്രാക്ടീസ് ചെയ്യാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു കേട്ടോ? ഓക്കെ. താങ്ക് യു. ക്രിസ്മസ് സമയത്ത് എപ്പോഴും നമ്മൾ ഗിഫ്റ്റുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്, ഗിഫ്റ്റുകൾ കിട്ടാറുണ്ട്, ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്, കാർഡുകൾ കൊടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കാനാവാത്ത ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ഏതായിരിക്കും? എനിക്ക് നല്ല ഡ്രസ്സും ഭക്ഷണവും ഒക്കെ തന്നു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഹാപ്പിയാണ്. അതെ, അപ്പൊ എല്ലാ ക്രിസ്മസിനും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാവാറുണ്ട്. ഹാപ്പിയാണ്. ഹസ്ബൻഡ് ലാസ്റ്റ് തന്നൊരു ഗിഫ്റ്റ് എന്താ? പെർഫ്യൂം. പെർഫ്യൂം ഇഷ്ടമാണോ? ആ, ഇഷ്ടമാണ്. ഓക്കെ. മഞ്ജരി, ക്രിസ്മസ് സമയത്ത് വിലമതിക്കാനാവാത്ത ഒരു സമ്മാനമായിരുന്നു ഞാൻ ആദ്യമായിട്ട് പാടിയ ഒരു പാട്ട്, ഒരു ചിരി കണ്ടാൽ. അത് ഈ സമയത്തായിരുന്നു റെക്കോർഡ് ചെയ്തത്. അപ്പൊ എന്റെ ലൈഫ് ടേണിംഗ് ഒരു സംഭവമായിരുന്നു ആ പാട്ട്. മഞ്ജരി എന്ന ഒരു ഗായിക ഉണ്ടാവുന്നത് തന്നെ ആ പാട്ടിലൂടെയാണ്. അപ്പം അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിന്റെ മുന്നിൽ വേറെ ഒന്നും ഇല്ല. അപ്പൊ ഏതൊരു ക്രിസ്മസ് വന്നാലും ഇതന്നെ എന്റെ ഇമേജ് ഉണ്ട് അതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു ഓർമ്മ.
1985 ഡിസംബർ ആദ്യത്തെ സോളോ നവോദയയുടെ 1 മുതൽ 0 വരെ ആ ഒരു ഓഫർ വരുന്നത് ആ ഒരു ക്രിസ്മസ് ടൈം ആണ്. ഒരു 2 വരി അതെ, ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് ഒന്ന് കേൾക്കാൻ. രാരി രാരിരം രാരോ രാരി രാരിരം രാരോ പാടി രാക്കിളി പാടി. അടിപൊളി അടിപൊളി. ആകെ 2 വാക്കേ ആ പാട്ടിൽ ഇപ്പൊ പാടിയിട്ടുള്ളൂ. പക്ഷെ അതെ. നമുക്ക് ആ ഫുൾ സോങ് കേട്ട ഒരു ഫീൽ ആയിരുന്നു. വേണുചേട്ടാ, താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് എനിക്ക് ഇതാണ് എന്റെ വിലമതിക്കാനാവാത്ത ഓ, gift. എനിക്കും ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഈ ഒരു ഡിസ്റ്റൻസിൽ എനിക്ക് എങ്ങനെ കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ചോദിക്കണം എന്ന് വിചാരിച്ചപ്പോഴാണ് ഡെയിൻ അത് ചോദിച്ചത്. ഈ കറക്റ്റ്. പാട്ട് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സോങ് ആണ്. അതെ, അപ്പൊ ഈ ഒരു ക്രിസ്മസിന് ഇങ്ങനെ ലൈവായിട്ട് വേണുചേട്ടൻ തന്നെ പാടി കേൾക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഡെയിന് ഇതുപോലെ മറക്കാനാവാത്തത് ഇതിന് മുന്നേ ഉള്ള വല്ലതും ഉണ്ടോ? അല്ല, എനിക്ക് ആക്ച്വലി ഗിഫ്റ്റ് കിട്ടുന്നത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അത് അതിലൊരു വെറുതെ ഒരു ബലൂൺ വീർപ്പിച്ച് തന്നാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നന്നായി. ഓക്കെ, ഹാപ്പി ആവുന്നല്ലോ. ഡീസന്റ് ആയിട്ടൊരു ഉത്തരം പറഞ്ഞതാ. ഇഷ്ടപ്പെട്ടില്ലേ? അത് ഉണ്ടാക്കിയതാണെന്ന് അല്ലല്ല, ഉണ്ടാക്കിയതല്ല, സത്യമായിട്ടത്. അടുത്ത മത്സരത്തെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. Let's welcome റിൻഷിത. പദതാളം സുകൃതതാളം ചഞ്ചലദ്രുതപദതാളം സുകൃതതാളം സുന്ദരതര ഹരിഗീതം ഹരിതഗീതം വധുവൊരുങ്ങി പ്രിയനൊരുങ്ങി സുകൃതതാളം ഓ സുന്ദരതര ഹരിഗീതം ഹരിതഗീതം സുകൃതതാളം ഓ സുന്ദരതര ഹരിഗീതം ഹരിതഗീതം
ഹരിതഗീതം വധുവൊരുങ്ങി പ്രിയനൊരുങ്ങി മധുരരാമഴ പെയ്തൊഴുകി ഇവിടെ പൊന്നഴകിനു മഴകാം മാധവമേ നിൻ കൊമ്പിളിൽ നിറയും സ്വരമെവിടെ താം തനനനനനനന ത്രിതല സതികളുടെ ചഞ്ചല ദ്രുത ഭഗതാ സുഹൃതതാളം ഓ സുന്ദരതര ഹരിഗീതം ഹരിതഗീതം വേണുചേട്ടാ, റിൻഷി ഓ തകർത്തോ? ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. എന്ത് ഏത് തകരല്ല ഉദ്ദേശിക്കുന്നത്? എന്നാൽ റിൻഷി റിൻഷിയുടെ അതേ രീതിയിൽ തകർത്തു. ബേസിക്കലി ഒരു കോൺഫിഡൻസ് കുറവ് എനിക്ക് തോന്നി. ഉണ്ടോ ആ ഒരു പ്രോബ്ലം? തൊണ്ട ഇടർന്ന് ലോ റേഞ്ചസ് വരുമ്പോഴും അല്ലേ, തുപ്പലിറങ്ങുന്നു അല്ലേ പറയുമ്പോ തുപ്പലിറങ്ങും അല്ലേ? അതുപോലെ നന്നായിട്ട് പാടി. ഹൈ എല്ലാം ഓൾവേസ് വെരി ഗുഡ്. താങ്ക് യു സർ. ഒരു അപ്പർ റേഞ്ച് ഒരു ദാറ്റ് ഈസ് വെരി സ്ട്രോങ്, വെരി വെരി ബോൾഡ്, താങ്ക് ദാറ്റ് യു ഈസ് സർ. വെരി ഗുഡ്. താങ്ക് യു സർ. ലോവർ ഓഫ് ഇറ്റ്സ് ആണ് ഇവർ സംശയകരമായിട്ടുള്ള ചില മൂമെന്റ്സ്. ഈ ചെറിയ ചെറിയ പ്രോബ്ലംസ് അത്രേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. വേണിച്ചേട്ടൻ പറഞ്ഞ പോലെ ആ ഒരു കോൺഫിഡൻസ്, രൺഷിതയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട്, പാട്ട് നന്നായിട്ട് പാടണം എന്നുള്ള കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. പാടുമ്പം ബേസ് നോട്ട്സ് ക്ലിയർ ആകുമോ ഇല്ലയോ എന്നുള്ള ഒരു 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 ചിന്തകൾ ഇങ്ങനെ മനസ്സിനകത്തൂടെ പോകുന്നുണ്ട്. എനിക്കൊന്ന് റിൻഷിത പാട്ട് പഠിക്കുന്നില്ലല്ലോ, അപ്പൊ ഇനി പഠിച്ചു തുടങ്ങണം. അല്ലാതെ ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ്. റിൻഷിത ശരിക്കും പാട്ട് പഠിക്കാതെ തന്നെ ഇത്തരത്തിലുള്ള പാട്ട് എടുക്കുന്നു എന്നുള്ളതിന് തന്നെ ഒരു വലിയ കൈഡിയാണ്. പാട്ടിനകത്തുള്ള കുറേ സാധനങ്ങൾ ചിത്രചേച്ചി പാടിയതൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു ചേച്ചി. ഈ ചെറിയ സംഭവങ്ങൾ നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം, പിന്നെ ഉഷാറാവും. ശരി. ചിഞ്ചു കാക്ക എന്ത് പറയണു? പാട്ട് എന്റെ കാഴ്ചപ്പാടില് ക്ലിയർ ആണ്, ഓക്കെയാണ്. പിന്നെ മിയ പറഞ്ഞോളൂ. എന്തോ ഒരു ഡൾനെസ് ബാധിച്ചിട്ടുണ്ട് പെട്ടെന്ന്. അയ്യോ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഇപ്പൊ ആളുടെ മുഖഭാവം വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് മിയയുടെ ശരിക്കും ആവശ്യം. motivation കൊടുക്കൂ. പക്ഷെ എനിക്ക് തോന്നുന്നു അതിപ്പോ എല്ലാവർക്കും, ആർട്ടിസ്റ്റുകൾക്കും, ഏതൊരാൾക്കും ചില കാര്യങ്ങളിൽ അവർ വളരെ സ്ട്രോങ് ആയിരിക്കും, ചില കാര്യങ്ങളിൽ കുറച്ച് വീക്ക് ആയിരിക്കും. റിൻഷി ഇവിടെ പാട്ട് പഠിക്കാതെ ഇതൊക്കെ അറ്റംപ്റ്റ് ചെയ്ത് ഈ ലെവലിൽ ഗ്രാൻഡ് ഫിനാലെ എത്തിയ ആളാണ്. അപ്പോ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇപ്പോ പാട്ട് എവിടെയും പോയി പഠിച്ചില്ല, വീട്ടിൽ പാടിക്കൊണ്ടിരുന്ന ഒരാൾക്ക് ഇത്രയും ഗംഭീരമായിട്ടുള്ള സിംഗേഴ്സിന്റെ അടുത്തുനിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പൊ റിൻഷി തന്നെ ഇപ്പോഴായിരിക്കും തിരിച്ചറിഞ്ഞത്, ഓ എന്റെ ബേസ് ലെവലിലാണ് ഞാനിപ്പം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഇംപ്രൂവ് ആകാനുണ്ട്, ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു പോയിന്റ് ഇപ്പോഴല്ലേ ഇവിടെ വന്നിട്ടല്ലേ കിട്ടിയത്. അപ്പൊ അതാണ് ഇതിനകത്തെ ഒരു റിൻഷി കിട്ടിയ ഒരു വലിയ അസറ്റ് അല്ലെങ്കിൽ ഒരു വലിയ ഗിഫ്റ്റ് ആയിട്ട് എടുക്കേണ്ടത്. ആ പ്രശ്നങ്ങളൊക്കെ മാറി വരുമ്പോ എന്താ പറയുക, കൂടുതൽ കൂടുതൽ കലക്കൻ ഗായികയായിട്ട് വരും. അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇവിടെ കണ്ടു, ഇവിടെ ഓൾ ദി ബെസ്റ്റ് പറയാൻ പറ്റിയ ഒരാൾ ഇവിടെ ഇങ്ങനെ പുഞ്ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ? റിൻഷിതയുടെ സിസ്റ്റർ ഇൻ ലോ ആണ്. ഫിനാലയിൽ ആദ്യമായിട്ടാണ് ഇപ്പോഴാണ് വരുന്നത് ആള്. ഇത്ര നാളെ എവിടെയായിരുന്നു? വീട്ടിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെയുണ്ട് ലൈവായിട്ട് റിൻഷിതയുടെ പാട്ടൊക്കെ കേട്ട് അവിടെ ഇരുന്ന് ചിരിച്ചിരിക്കുന്നൊക്കെ കണ്ടു? എന്ത് തോന്നി? ഉഷാറായിന്ന് തോന്നി. പിന്നെ പാട്ട് പഠിക്കാത്തതിന്റെ ആ ഒരു ചെറിയ പ്രശ്നം ജഡ്ജസ് പറഞ്ഞു. പക്ഷെ ഞങ്ങളും പാട്ട് പഠിക്കാത്തോണ്ട് ഞങ്ങൾക്ക് ഉഷാറായിട്ട്. റിൻഷി എങ്ങനെയാ വീട്ടില് ഇടക്കിടക്ക് പാടും? നിങ്ങളുടെ എന്തെങ്കിലും പരിപാടിയോ കല്യാണ പരിപാടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ പാടുമോ? പരിപാടിക്കൊക്കെ പാടും. ഓക്കെ. അപ്പൊ ഫാമിലിന്ന് നല്ലൊരു സപ്പോർട്ടാണ്. സിസ്റ്റർ ഇൻ ലോയുടെ അടുത്തുനിന്ന് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത് അല്ലേ? അത് ചിരി കാണും പറയാം, മുത്ത് പോലത്തെ പൊന്നു പോലത്തെ ചിരിയാണ്. പിന്നെ ഞാന് ചിഞ്ചുവിന്റെ പെങ്ങള് മാത്രല്ല, ഷെമി എന്റെ കൂട്ടുകാരിയാ. എനിക്ക് അങ്ങനെ പറയണതാ ഇഷ്ടം. കൂട്ടുകാരിയുടെ മോളാണ് കിട്ടിയത്. അപ്പൊ രണ്ടു തരത്തിലുള്ള ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാനായിട്ട് തെരഞ്ഞെടുത്തുകൊണ്ട് കൊണ്ടുവന്നത്.
എന്നും ഇങ്ങനെ സന്തോഷമായിട്ട് ചിരിച്ച് ഇരിക്കട്ടെ. ആ വീട്ടിലിങ്ങനെ ജീവിക്കട്ടെ നിങ്ങളെ. ശരി, എന്തായാലും ഇത്തോടെ ഒരു കാര്യം, റിൻഷിത ഇവിടെ വന്ന് നമ്മുടെ എല്ലാരും മനസ്സ് കീഴടക്കിയ ഒരു സിംഗറാണ്. ഇത്തക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോങ് ഏതാ? റിൻഷിത പാടി കേൾക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാ? ഞാൻ ആദ്യമായിട്ട് റിനുവിനെ കാണുമ്പോ റിനു എനിക്കൊരു പാട്ട് പാടി തന്നിരുന്നു. ആ പാട്ടാണ് എനിക്കിഷ്ടം. അത് ഏതാ പാട്ട്? മുത്തേ മുത്തേ പറഞ്ഞൊരു പാട്ട്. അത് എത്ര വയസ്സിലാ പാടി കൊടുത്തേ? അത് 8ാം ക്ലാസ് കഴിഞ്ഞു 9ാം ക്ലാസ്സിൽ ആ സമയത്ത്. നമുക്ക് 4 വരി ഒന്ന് കേട്ടാലോ? പിന്നെന്താ? ഇത്തേക്ക് വേണ്ടി. നിന്ന 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 നാനാ നാനാനാനാ നാനാനാനാ നിന്ന നിന്ന നിന്നനാനാ നാനാനാനാ നാനാനാനാ മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കെന്നും ഉറങ്ങിടാനൊരു ചിപ്പിയണിയമ്മ കാൽത്തളയിൽ കൈവളയിൽ കിലുകിലേ കളിയാടി വരും നേരം കാതോർത്തിരുന്നിയമ്മ പിച്ച പിച്ച വയ്ക്കും കൺമണിയേ എന്നിഴി കണ്ണിലെ കൃഷ്ണമണി നീ പിച്ച പിച്ച വയ്ക്കും കൺമണിയേ എന്നിഴി കണ്ണിലെ കൃഷ്ണമണി നീ. സോ സ്വീറ്റ്, സോ സ്വീറ്റ്. അയ്യോടാ. ഇപ്പോ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ പാട്ട് പാടിയത്. അപ്പൊ പിന്നീട് എപ്പോഴാണ് ഈ മുത്തിനെ സ്വന്തം ആക്കണം എന്ന് തോന്നിയത്? ഇവിടെ വാപ്പ റഷ്യക്കാരനെ അറിയാലോ. റഷ്യക്ക മരിച്ച പിന്നെയാണ് ഞാന് റിനുവിനെ കാണുന്നത്. ആദ്യം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, ഷെമി ഞാനും ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ അവളെ നേരത്തെ കല്യാണം കഴിഞ്ഞ് പോയത് കാരണം പിന്നെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഷെമിന്റെ വീടിന്റെ അടുത്തോട്ടാണ് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. നേരിട്ട് കാണുന്നതിന്റെ മുന്നേ പെട്ടെന്നാണ് റഷ്യക്കാരന്റെ മരണം. അപ്പോ അത് കഴിഞ്ഞതിന്റെ ശേഷമാണ് പിന്നെ ഞങ്ങൾ വീണ്ടും അടുത്തത്, ചേർത്ത് പിടിച്ചത് വരെ. അങ്ങനെ മുത്തിന് സ്വന്തമാക്കിയല്ലേ? ഇതിനേക്കാളും ഉമ്മ തന്നെയാണ്, അതിന്റെ വാപ്പയാണ്. പിന്നെ ഇതില് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കണ ഇക്കയാണ്. പിന്നെ ഇക്ക ഇന്നേക്കാളും ഇക്കാനെയാണ് ഇവക്ക് ഇഷ്ടം. വരുമ്പോഴും പോകുമ്പോഴും ഇക്കാനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടേ ഇവള് പോവുള്ളൂ. നിങ്ങളുടെ ഈ സ്നേഹമൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ കേട്ടോ ഈ സ്നേഹബന്ധങ്ങളൊക്കെ. അപ്പോ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇനി ഒരു റൗണ്ടും കൂടി ഉണ്ട്, ഫിനാലെയാണ്. ടെൻഷൻ ഒന്നും വേണ്ട, നമ്മൾ പൊളിക്കും. ഇനി പെർഫോമൻസ് റൗണ്ട് അല്ലേ ബാക്കിയുള്ളത്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. മുത്തിരി കൊണ്ട് പൊക്കോളൂ. അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം നിഖില.
പനി ദപമ പദനി സരി ഗരി സനി ഗരി സനി സനി ധനി സനി ദപദ ഗരി സഗരി സനി ധരി സനി രി സനി ദപ സനി ദ സനി ദപ ഗമ പദ പദനി ദ പദനി സനി ഗമ പദ ഗമ പദ പ പദനി മ പദനി സ പദനി സ പദ സരി ഗരി സനി സനി ധനി സനി ദപദ പദനി സ പദനി സരി നി സരി ഗരി സനി ധരി സനി ദപ ഗമ പദനി സംഗീതമേ അമര സല്ലാപമേ സംഗീതമേ അമര സല്ലാപമേ നിഖില ഫേവറേറ്റ് സോങ് റൗണ്ട് ആയിരുന്നു അല്ലേ? അതെ. ഇഷ്ടപ്പെട്ട ഗാനമാണോ? ഇഷ്ടമാണ് ഈ പാട്ട്. ആരാണ് സെലക്ട് ചെയ്തത് ഈ പാട്ട്? ഞാൻ തന്നെ സെലക്ട് ചെയ്താണ്. അതെ അത്യാവശ്യം സ്വരസ്ഥാനങ്ങളൊക്കെ ഉള്ള പാട്ടാണ് അല്ലേ? അതെ അതെ. ക്ലാസിക്കൽ പരിപാടിയാണ്. അറിയോ ക്ലാസിക്കല്? പിന്നെ അറിയാതെ ഇവിടെ വന്ന് പരിപാടി അവതരിപ്പിക്കുന്നു. എന്താ മഞ്ജരി? പക്ഷെ ഡെയിന്റെ അഭിപ്രായത്തിൽ അത്യാവശ്യത്തിന് സ്വരസ്ഥാനങ്ങളൊക്കെ ഉള്ള അറിയോ ശരിക്കും? പിന്നെ കച്ചേരിക്കൊക്കെ പോവാറുണ്ടോ? കച്ചേരിക്കൊന്നും പോയിട്ടില്ല. എന്നാ ശരി. എന്നാൽ ഈ സ്വരസ്ഥാനങ്ങൾ 7 സ്വരങ്ങളുടെ പേര് പറയൂ കേക്കട്ടെ. സരിഗമ പദനിസ. അതിന്റെ ശരിക്കുള്ള പേരുണ്ടല്ലോ. ഷഡ്ജം. അതല്ല ഉദ്ദേശിക്കുന്നത്. അതന്നെ പോരെ. ചേട്ടാ മഞ്ജരി. എസ് ഫോർ ഷഡ്ജം. എസ് അല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചത് അതുകൊണ്ടാ. ഷഡ്ജം, ഋഷഭം, പിന്നെ സരിഗമ, മധ്യമം, ഗാന്ധാരം, മധ്യമം, ശരിക്കും പറയുന്ന തോന്നുന്നു, പഞ്ചമം, പിന്നെ ദൈവതം, പിന്നെ നിസം. നിസാമല്ല, നിഷാദം. 7 സ്വരങ്ങളും പഠിച്ചെടുത്തിട്ടാണ് ഈ പരിപാടി അവതരിപ്പിക്കാൻ ഈ മുണ്ടും മുറുക്കിയെടുത്ത് ഇറങ്ങിയത്. ശരി, അപ്പൊ നിഖില ഇപ്പൊ എന്റെ ടാലന്റ് എല്ലാവരും മനസ്സിലാക്കിയോ? നിഖില പാടിയ പാട്ടിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് മഞ്ജരിയിൽ നിന്ന് തന്നെ തുടങ്ങാം. മഞ്ജരി. നിഖില, എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ആ സമയത്തുള്ള ഒരു ക്ലാസിക്കൽ സിനിമയിലുള്ള ക്ലാസിക്കൽ പാട്ടുകളിൽ ഒന്ന് നമ്മളിങ്ങനെ നേരിട്ട് കാണുന്ന ഒരു കച്ചേരിയൊക്കെ ഗംഭീരമായിട്ടുള്ള ഒരു എന്നുവെച്ചാൽ എൻ്റെ ഒരു കാലഘട്ടം ഒരു ക്ലാസിക്കൽ കച്ചേരി പോലെയുള്ള ഒരു പാട്ട്. സർഗം എന്ന് പറഞ്ഞ ചിത്രത്തിലുള്ള കുറേ പാട്ടുകൾ. അപ്പം ഈ കുട്ടൻ തമ്പുരാനും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട് ഈ പടത്തിൽ അതാണ് എൻ്റെ ഒരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് സിനിമയിൽ ഇങ്ങനെ കാണുമ്പോൾ. അപ്പം അങ്ങനത്തെ ഒരു ഓർമ്മയാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ വരുന്നത്. ഇതിനകത്തുള്ള എല്ലാ പാട്ടുകളും ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ. ഭൂലോക വൈകുണ്ഠപുരവാസനെ ഈ സാധനങ്ങളൊക്കെ ആ സമയത്ത് നമ്മൾ പാടി പഠിക്കുന്ന, അപ്പൊ അതിന്റെയൊക്കെ ഓർമ്മകളാണ്. ശരിക്കും ഒരു മ്യൂസിക് സ്റ്റുഡന്റിനെ പറ്റിയുള്ള ഒരു പടം. അതെ, അത് അന്വർത്ഥമാക്കി ഇന്ന് ഒരു മ്യൂസിക്കൽ വൈഫ് ഈ ഒരു പാട്ട് എടുത്ത് കൊണ്ടുവന്ന് ഗംഭീരമായിട്ട് പാടി. നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണാം. അത് ഫിനാലെ ആയപ്പോഴത്തേക്ക് കുറച്ച് ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നന്നായിട്ട് വന്ന് പ്രസന്റ് ചെയ്ത് നന്നായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈസ് യുവർ വോയിസ്. സൂപ്പർ. ഞാൻ അതിന്റെ ഒരു വലിയ ആരാധകനാണ്. നന്നായി പാടി, എഫേർട്ട് എടുത്ത് പഠിച്ച് പെർഫെക്റ്റ് ആക്കി ഇവിടെ കൊണ്ടുവന്നു പാടിയതിന് ഒരു വലിയൊരു കൈയടേ. നിഖില സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ നമ്മള് എല്ലാവരും അവിടേക്ക് ശ്രദ്ധിക്കും. അങ്ങനെ ക്യാച്ച് ചെയ്യുന്ന ഒരു ശബ്ദമാണ് അത്. ഫേവറേറ്റ് റൗണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ധാവണിയൊക്കെ കൊടുത്തിട്ട് അങ്ങനത്തെ ഒരു വളരെ മെലഡി അങ്ങനത്തെ എന്തെങ്കിലും ടൈപ്പ് പാട്ടായിരിക്കും പാടുക. ഇങ്ങനെ തുമ്പപ്പൂ അങ്ങനെയൊക്കെ പൂക്കളൊക്കെ ആയിട്ട് വന്നപ്പോ പാട്ട് തുടങ്ങിയപ്പോ ദേ ഇത്ര വലിയ ആ സംഭവം പാട്ട് ഒരുപാട് പേരെ അല്ലെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് അത്. ഇങ്ങനൊരു ഫിനാലെ റൗണ്ടിൽ അത് എടുത്ത് ഇത്ര മിടുക്കോടെ പാടി എന്നുള്ളത് വലിയ കൈയടി അർഹിക്കുന്നുണ്ട്. വെരി ഗുഡ്, എക്സലന്റ്. ശരി സീനിയേഴ്സ്, ജൂനിയറിന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? കലക്കി. ശരി, അപ്പൊ നിഖിലയുടെ ഫാമിലി ഇവിടെ ഉണ്ട്. നിഖില ഇങ്ങനെ പാട്ടിന്റെ ഇടയിൽ ഓരോ സ്വരങ്ങൾ പാടുമ്പോഴും ഹസ്ബൻഡിന്റെ മുഖത്ത് ആ സ്വരങ്ങളുടെ താളങ്ങൾ മുഖത്ത് കാണാൻ സാധിച്ചിരുന്നു. ഞാൻ അപ്പുറത്തുനിന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡിനോട് ചോദിക്കാം എങ്ങനെ പാടിയെന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു? വരുന്നോ? അടുത്തൊന്ന് സംസാരിച്ചോളൂ. നിഖില എങ്ങനെയാ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഹസ്ബൻഡ് തന്നെ പറഞ്ഞോളൂ. ഞാൻ ആക്ച്വലി ഈ പാട്ട് ആദ്യമായിട്ടാണ് ഈ ഫ്ലോറിൽ മുമ്പും പാടി കേട്ടില്ല. ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഈ പാട്ട് മുഴുവനായിട്ട് കേൾക്കുന്നത്.
അപ്പം നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. ആ സ്വരങ്ങളൊക്കെ പാടുന്ന സമയത്ത് എന്താവും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇങ്ങനെ ഇത്ര സ്വരങ്ങളൊക്കെ ഉള്ള ഒരു പാട്ടാണ് പാടാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോ ഒരു ടെൻഷൻ വന്നിരുന്നു. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് മാറി പാടി കഴിഞ്ഞു. മാറി. ശരി, അപ്പൊ നന്നായി പാട്ട് പാടിയല്ലോ. ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു.